ഹലോ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കൊരു 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ പക്ഷേ ആദ്യമായത് 2 മോഡൽ പേപ്പർ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ നമ്മൾ ഫസ്റ്റത്തേത് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു പാറ്റേൺ ഉണ്ട്. പക്ഷേ സെക്കൻഡേത് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്ക് നമുക്കൊരു പാരഗ്രാഫ് വന്നിട്ടാണ്. അതും കൂടി കവർ ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേസമയം ബി പാർട്ടിൽ ടോട്ടൽ 6 മാർക്സ് അല്ലെങ്കിൽ 7 മാർക്സ് എന്നുള്ള രീതിക്കായിരിക്കും ചോദിക്കുന്നത്. 6 മാർക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്കൊരു അര പേജ് എടുത്ത് മതി. നമ്മൾ പേജിൻ്റെ കണക്കല്ല നോക്കുന്നത്, കണ്ടന്റാണ് നോക്കുന്നത്. സ്റ്റിൽ ഞാൻ പറഞ്ഞതാണ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാനുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ പറയുന്നതിന് കൂട്ടത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ 2 മാർക്സിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ എന്താ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്? നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ ആയിട്ടൊന്നും പറയാനില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പറയണം, അതായത് ഒരു ഇൻഡിവിജ്വലിന് ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുക. ഓക്കെ, അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിനെ പറയുന്നതാണ് ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു എക്സാമ്പിളുകൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, അതായത് നമ്മൾ മാക്സിമം എക്സാമ്പിൾസ് കൂടി കാര്യങ്ങൾ പറയാൻ നോക്കുക. നമ്മൾ മേ ബി നമ്മൾ കൺവേ ചെയ്യുന്ന ഐഡിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ നമ്മൾ ബെറ്റർ ആണെങ്കിൽ നമുക്ക് അവിടെ കുറച്ചും കൂടി നല്ലൊരു ഇംപ്രഷൻ വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയത്, നമുക്ക് ഈ എല്ലാ മൊഡ്യൂൾസിൻ്റെയും വീഡിയോ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് 4 മൊഡ്യൂളുകൾ കൂടി ഏകദേശം ഒരു 2 മണിക്കൂർ താഴെ വരുന്നുള്ളൂ, 2 മണിക്കൂർ റേഞ്ച് വരുന്നുള്ളൂ. നിങ്ങളതൊന്ന് കാണുക, എന്നിട്ട് ഡിസ്കഷൻ കാണുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നോട്ട്സ്, ഈ മെറ്റീരിയൽ, ഈവൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ എല്ലാം ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും കൂടി റെഫർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ IPR എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേറ്റൻസ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ട്രേഡ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ടൊന്ന് പറയാം. ഇത് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാല്യൂ പ്രപ്പോസിഷൻ എന്താണെന്നാണ്. വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിനാണ് അത്? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ബേസിക്കലി നമുക്ക് അവിടെ എന്തിനാണ് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള കാര്യം പറയുന്നത് എന്തിനാണ്? ഈ പറയുന്ന കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാനാണ്, കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും. 2 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര എഴുതിയാൽ മതി. അപ്പോൾ അധികം ഇത്രയും നമ്മൾ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമയം കിട്ടിയില്ല എന്നൊരു തോന്നുന്നു. പിന്നെ മനസ്സിലേക്ക് നമ്മൾ ബാക്കിലേക്ക് പോകും. ഇത് സമയം എന്തായാലും കിട്ടാതിരിക്കത്തില്ല. കാര്യം നമുക്ക് 2.5 മണിക്കൂറുണ്ട്, 40 മാർക്ക് വരും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പറഞ്ഞ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മാർക്കറ്റിൽ സ്ട്രാറ്റജീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യം ചോദിച്ചത്. നമ്മൾ കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് റിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ റോൾ ഓഫ് നമ്മളിതൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഇതൊരു ഹെഡിങ് ആണ്. എന്നിട്ട് ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത് ജനറൽ ഫോർമാറ്റാണ്. ഈ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ പറയുമ്പോൾ കേസ് സ്റ്റഡി അല്ലാത്ത കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ എന്താണ് ബേസിക്കായി ചോദിച്ചിരിക്കുന്നത്, അതിന് ബേസിക്കായിട്ട് ഇൻട്രൊഡക്ഷൻ പോലത്തെ കാര്യങ്ങൾ കൊടുക്കുക. നമ്മൾ മെയിൻ കണ്ടന്റിലേക്ക് നടക്കുക. കണ്ടന്റ് നമ്മൾ ഒരിക്കലും പോയിൻ്റായിട്ട് മാത്രം എഴുതുക. ഓക്കെ, ഒരിക്കലും പോയിന്റ് മാത്രമേ ഇങ്ങനെ 1 എന്ന് പറഞ്ഞ് പോയിന്റ് ഇട്ടു 2 അടുത്ത പോയിന്റ് ചെയ്ത് ജസ്റ്റ് പോയിന്റ് വൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് മാർക്ക് അവിടെ വീഴും. പക്ഷേ നമുക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ 1.5 മാർക്ക് മാക്സിമം 2 മാർക്കിലെത്തും. അപ്പം ഒരു പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഒക്കെ കൊടുത്ത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഒരു പോയിന്റ് കൊടുത്തു, നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സെമി കോളൻ ഇട്ടു. ഇത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്ത് സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റിയ നല്ലതായിരിക്കും, സമയം ഉണ്ടെങ്കിലാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഇങ്ങനെ എഴുതി പഠിക്കുക. ഇതുപോലത്തെ സബ്ജക്റ്റ് നമ്മൾ ഇങ്ങനെ എഴുതി പഠിക്കുന്നത് കുറച്ചും നല്ലതായിരിക്കും. ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ? അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഈ പറയുന്ന ഫൈനാൻഷ്യൽ പ്രൊജക്ഷനിൽ നമ്മൾ നോക്കേണ്ടതെന്നാണ്. ബിസിനസ് പ്ലാനിൽ വേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതേപോലെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചു നോക്കുക. ഞാൻ ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചിരിച്ച് വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് 2 സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് 3rd മൊഡ്യൂളാണ്. നമ്മുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് 3rd മൊഡ്യൂളാണ്. ഇത് നമ്മുടെ 4th മൊഡ്യൂളാണ്. 4th മൊഡ്യൂൾ വളരെ കുഞ്ഞു മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, 8 മിനിറ്റ് സംതിങ് ഉള്ളൂ. ഓക്കെ, നോക്കാം. അപ്പം ഡിസ്ക്രൈബ് 2 സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജി. അതായത് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ ആണെന്ന് പറയാമായിരുന്നു. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ, ഇൻവെസ്റ്റർ,
അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ കമ്പനിയിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, അയാളെ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുമായിട്ടുള്ള എൻഗേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് 2-3 ചോദിക്കുന്നത്. ഇപ്പോൾ 2 ചോദിച്ചിരിക്കുന്നത് നമ്മളോട് 2 എഴുതിയിട്ടുണ്ട്. ഫീഡ്ബാക്ക് എടുക്കാം, പിന്നെ അവരെ കൂടി കൂട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ പറയുന്ന പോലെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എടുത്തു, നമ്മൾ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കൂട്ടി നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, നമുക്കവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ 6 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 6 × 2 നമുക്ക് 12 മാർക്സാണ് ഇതിന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എഴുതിയാലും, നിങ്ങൾ എന്തോരം എഴുതിയാലും ഈ പറയുന്ന പോയിന്റ് ഇല്ലെങ്കിൽ മാർക്ക് അവിടെ ഒരു മാർക്കിലേക്ക് എത്തത്തേ ഉള്ളൂ. പോയിന്റ് വേണം, എന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ പോയിന്റുകളൊന്നും വേണ്ട ആവശ്യമില്ല. ഓക്കെ, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പോവാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 12 മാർക്സും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി. നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. 7 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ. നമുക്ക് ഇങ്ങനെ 7 മാർക്കിൽ തന്നെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞേക്കുന്നത് 7 മാർക്കിൽ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതേസമയം നമ്മൾ കേസ് സ്റ്റഡിയിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ നേരെ തിയറിയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ കേസ് സ്റ്റഡി പോലത്തെ ഒരു സെറ്റപ്പിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ തിയറിയിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങളിത് ചെയ്യുക. ദാറ്റ് മീൻസ് എനിക്ക് തിയറി പഠിക്കുന്നതാണ്, എനിക്ക് കാണാതെ പഠിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അത്രയ്ക്ക് വേണ്ടി എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ മാക്സിമം ഈ സിലബസിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് പുറത്തുനിന്നൊരു എക്സാമ്പിൾ തന്നു, നമ്മളതിലേക്ക് കേസ് സ്റ്റഡിയിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ അത്രയും കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇന്നോവേഷൻ ഫ്രെയിം വർക്ക്സ് ആണ്. ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ചോദിച്ചിരിക്കുന്നത് ഫ്രെയിം വർക്ക്സ് ഓഫ് ഇന്നോവേഷൻ ആണ്. ഓക്കെ, ഇന്നോവേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എന്താണെന്ന് നമ്മൾ പറയണം. ഇന്നോവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒരു ലൈനിൽ പറയാം. ഒരു 7 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, നിങ്ങളത് മനസ്സിൽ വെച്ചേക്ക് ആലോചിക്കാം. ഇതുപോലെ തന്നെ ഡിസൈൻ ഫ്രെയിം വർക്ക് പറയാം. നമ്മൾ നോട്ട്സ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓപ്പൺ ഇന്നോവേഷൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇത് നമ്മൾ ഒരു 3 പാർട്ടായിട്ടാണ് തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രെയിം വർക്ക്സ് ഓഫ് ഇന്നോവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ഫസ്റ്റ് പാർട്ടാണ്. എങ്ങനെയാണ് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ ഇന്നോവേഷൻ സക്സസ്സിലേക്ക് എത്തുന്നതെന്ന് വേണം ചോദിക്കാം. ഇവിടെ നമുക്ക് 4 മാർക്കിനുള്ള കാര്യങ്ങളെങ്കിലും മിനിമം എഴുതുക. ദാറ്റ് മീൻസ് നമുക്ക് ഒരു പേജെങ്കിലും മിനിമം എഴുതാം. നമ്മളൊരു 3 ടൈപ്പെങ്കിലും ഈ പറയുന്ന പോലെ ഇന്നോവേഷൻ ഫ്രെയിം വർക്ക്സ് പഠിച്ചിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ നോട്ട്സിൽ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നത് നോട്ട്സിലുള്ള കുറച്ച് വ്യത്യാസമാണെന്ന് തോന്നുന്നു. ജസ്റ്റ് 2 ഒന്ന് റെഫർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കാണ്. അതായത് സ്ട്രോങ് ടീം എങ്ങനെയാണ് ഇന്നോവേഷൻ്റെ സക്സസ് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ടീം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ നല്ല സ്കിൽ സെറ്റ് ഉണ്ടാവും, നല്ല വർക്ക് ആയിരിക്കും ഉണ്ടാവും, കൊളാബറേഷൻ ഉണ്ടാവും, ടീം ഡൈനാമിക്സ് നന്നായിട്ട് വർക്കാവും. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ബേസിക്കായിട്ട് മുടികളുടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പോയിന്റ് ഇട്ട് എഴുതി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഈസി ആയിട്ട് 7 മാർക്ക് എത്താം. 7 മാർക്ക് കിട്ടിയില്ലെങ്കിലും മിനിമം നമുക്ക് 6 മാർക്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെയാണ് ഇതാണ് നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് പറയുന്നത്. നിങ്ങൾ കേസ് സ്റ്റഡി വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ എനിക്ക് അധികം ഈ പറയുന്ന പോലെ കാണാതെ പഠിക്കുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ പുതിയ കാര്യങ്ങൾ എഴുതുന്നതിനാണ് കുറച്ചുകൂടി താല്പര്യം. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേസ് സ്റ്റഡി അറ്റൻഡ് ചെയ്യും. ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ വെച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന കേസ് സ്റ്റഡി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കതിൽ ബേസിക്കായിട്ട് പല കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് പുതിയൊരു കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ എന്തെങ്കിലും കാര്യം വിട്ടുപോയാലും നമുക്കവിടെ അത്രയ്ക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ കിട്ടില്ല. ഐ മീൻ കുറച്ചും കൂടി നമുക്ക് ലിബറലായിരിക്കും. അതേസമയം നമ്മൾ തിയറിയിലുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് അവിടെ ഓക്കെ ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലെല്ലാം പറയണം ഒരു ചിന്തയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ മാക്സിമം കേസ് സ്റ്റഡി അറ്റൻഡ് ചെയ്യാം. അതിനൊരു പ്രത്യേകിച്ച് ഫോർമാറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പാണ്, ഒരു മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലിമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് നിയമം അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഒരു പാർട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അവർക്ക് അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലിമെൻറ്റ്സ് ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയുന്നത് എന്താണ് ഒരു ഡെഫിനേഷൻ പോലും നമ്മൾ എഴുതുന്നു. ദെൻ നമ്മൾ ഈ ഓരോ ഹെഡിങ് ആയിട്ട് ഓക്കെ 1, 2 എന്നുള്ള ഓരോ പാർട്ടിൽ നമ്മൾ എഴുതുക, കമ്പനി രജിസ്റ്റർ ചെയ്യുക. ദെൻ നമ്മൾ അതിനെക്കുറിച്ച് കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എന്താണ് ഈ പറയുന്ന കമ്പനിയുടെ അവിടെ നമുക്ക് ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. ഇത് നമുക്ക് ഇതൊക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിന് മെൻഷൻ ചെയ്ത് പോകും. ദെൻ നമ്മളെടുത്ത് പോയിട്ട് എഴുതുന്നു ഡാറ്റ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല കാര്യങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാം. ജസ്റ്റ് ഒന്ന് പറയാൻ മതി. നമ്മളിപ്പോൾ മെഡിക്കൽ ബേസ് ആയതുകൊണ്ട്
സീരിയസ്ലി നമുക്ക് ഒരുപാട് റെഗുലേഷൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ ഹെഡ് റേറ്റ്, ECG അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള ഈ പറയുന്ന പോലെ ഓരോ ഫോർമാലിറ്റീസൊക്കെ നമ്മൾ ഡിസ്ക്ലെയിമർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരിക്കലും ഒരു മെഡിക്കൽ യൂസിന് നമുക്ക് 100% യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഈ പറയുന്ന പോലെ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോകണം. ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതെങ്ങനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ നോട്ട്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ കോൺടാക്റ്റ് പറയാനേ ഉള്ളൂ. ഇവിടെ പോയിക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാം. എന്തിനാണ് നമ്മൾ കോപ്പിറൈറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മാറുന്നത്. ജനറലായിട്ട് എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിപ്പം ഇവിടെ ഒരു വാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു വാച്ചായിട്ട് ചോദിക്കാം. ഇനി അതല്ല നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും ജനറലായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. പേറ്റൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, ട്രേഡ് മാർക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്, ട്രേഡ് സീക്രട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് കോഴ്സിൽ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് മൊഡ്യൂളാണ്. ഓക്കെ, ദെൻ 2-ലാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ പ്രൊഫൈലിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ക്രൈറ്റീരിയ അങ്ങനെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഡെമോഗ്രാഫിക്, ജിയോഗ്രാഫിക് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നോട്ട്സിൽ റെഫർ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇതിലേക്ക് നമുക്ക് കസ്റ്റമർ പ്രൊഫൈലിംഗ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. വാലിഡേഷൻ ചെയ്യുക. ഇതുപോലത്തെ കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് നമ്മൾ സിലബസിലുള്ള പോയിന്റ്സ് ഒന്ന് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ചോദിക്കുന്നതാണ് അങ്ങനെയാണ് കോമ്പറ്റീറ്റർ അനാലിസിസ് ഇംപ്രൂവ്മെൻറ്റ് സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂവിനെ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്ററിനെ അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ മാർക്കറ്റിൽ എന്താണ് ഗ്യാപ്പുകളെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബെഞ്ച് മാർക്കിംഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു തന്നത്. പക്ഷേ നമുക്കൊരു 7 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മളവിടെ എങ്ങനെ ഇത് പഠിപ്പിക്കാൻ നോക്കുന്നത് നമ്മുടെ പോയിന്റ്. ഓക്കെ, അത് മാക്സിമം നിങ്ങൾ പോയിന്റ് വായിക്കുക. നിങ്ങൾക്ക് തന്നെ ഇത് എഴുതി നോക്കുക. പോയിന്റ്സ് എല്ലാം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതി തുടങ്ങി നിർത്താൻ പാടില്ല. നിർത്താൻ വലിയ പാട് വരത്തില്ല. ഓക്കെ, നിർത്താതിരിക്കാൻ. നെക്സ്റ്റ് ആണ് ഇതിൻ്റെ M2-ലെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രണേഴ്സ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. എന്തിനാണ് ഈ പറയുന്ന പോലെ സോളാർ പവേർഡ് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ഉണ്ടാക്കുന്നു. ഓക്കെ, എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? റൂറൽ മാർക്കറ്റ്സിന്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ അധികം ഡെവലപ്ഡ് അല്ലാത്ത കാര്യങ്ങളൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാല്യൂ പ്രപ്പോസിഷൻ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് വാലിഡേഷൻ സ്ട്രാറ്റജിയും കൂടി എടുക്കാം. എങ്ങനെ കസ്റ്റമർ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 7 മാർക്കിനുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളോട് ഈ വാല്യൂ പ്രപ്പോസിഷൻ്റെ കാര്യം ചോദിക്കുന്നത്. വാല്യൂ പ്രപ്പോസിഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ എങ്ങനെയാണ് പറയുന്ന പോലെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ യൂണീക്ക് ആയിട്ടുള്ള പോയിന്റ് പറയുക എന്നുള്ളതാണ് വാല്യൂ പ്രപ്പോസിഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പല കോൺടെക്സ്റ്റിൽ നമ്മൾ പറയുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു റൂറൽ വാട്ടർ സ്കാർസിറ്റി നമ്മളെങ്ങനെ കുറയ്ക്കുന്നു ആ ഒരു പോയിന്റിൽ നമ്മളെങ്ങനെയാണ് ഈ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ എന്താണ് നമ്മുടെ വാല്യൂ പ്രപ്പോസിഷൻ. ഓക്കെ, നമ്മളൊരു 3-4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഓരോ പോയിന്റ് ഓഫ് വ്യൂ എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എഴുതുക. ഓക്കെ, അത് എന്താണെന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വാല്യൂ പ്രപ്പോസിഷൻ്റെ ആ ഒരു പാർട്ട് നമുക്ക് കഴിയും. ഓക്കെ, അത് നമ്മൾ പല രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റ് വാലിഡേഷൻ പറയാം. അതെങ്ങനെയാണ് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് നമ്മളെങ്ങനെയാണ് മാർക്കറ്റ് വാലിഡേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഈ പറയുന്ന കസ്റ്റമറിൻ്റെ അടുത്ത് നിന്നും നമ്മളെങ്ങനെയാണ് ഈ പറയുന്ന കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് ഉപയോഗിച്ചു എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് വാലിഡേഷൻ സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പാർട്ട്. നമ്മളവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ്സ് ആണ്. ആദ്യം എന്താണ് കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് വാലിഡേഷൻ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ അതെന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നു. നമുക്ക് ഓരോ മെത്തേഡ്സ് ആയിട്ട് പറയുക. അതായത് കസ്റ്റമർ സർവീസ് എടുക്കാം, ഇവിടെ നമ്മൾ ഈ പറയുന്ന പൈലറ്റ് ടെസ്റ്റിംഗ് നടത്തും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ പറയുന്ന സ്മോൾ ഗ്രൂപ്പ്സിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ഇറ്ററേറ്റീവ് ആയിട്ട് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ യൂണിക് വാല്യൂ പ്രപ്പോസിഷൻ, അതായത് എന്താണ് നമ്മൾ പറഞ്ഞു വാല്യൂ പ്രപ്പോസിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ കാര്യം, അതായത് നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ്, അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഈ പറയുന്ന ആൾക്കാരുടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ നമുക്ക് റിവ്യൂ അങ്ങനെ കാര്യങ്ങൾ എടുത്താൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് മൊഡ്യൂൾ 3-ലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇത് 7 മാർക്കാണ്. ഓക്കെ, അതായത് ബിസിനസ് പ്ലാൻ എന്താണ്, ബിസിനസ് പ്ലാനിൻ്റെ കമ്പോണൻസ് എന്താണ്. അപ്പം അവിടെ പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്യുക. എന്താണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റിനെ ബാധിക്കുന്നതെന്ന് കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളതാണ്. അപ്പോൾ ആദ്യമായി ബിസിനസ് പ്ലാൻ എന്താണെന്ന് നമ്മൾ പറയാം. ഓക്കെ, ബിസിനസ് പ്ലാൻ എന്താണെന്ന് പറയാം, ബിസിനസ് പ്ലാനിൻ്റെ കമ്പോണൻസ് പറയാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതായത് എക്സിക്യൂട്ടീവ് സമ്മറി വേണം, കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ വേണം, മാർക്കറ്റ് റിസർച്ച് നടത്തണം, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പറയുമ്പോൾ ഈ ഓപ്പറേഷൻസ് പ്ലാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ജനറലായിട്ട് പറഞ്ഞിട്ട്
ഈ പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് തന്നെ കൊടുക്കാം. കാര്യം അവർ ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാട്ടിന് മിനിമം 3 മാർക്കെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മളത് ഒരു ഹെഡിങ് ആയിട്ട് എഴുതി ഈ പറഞ്ഞ കണ്ണ് നോക്കണ്ടാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നമുക്ക് തന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു ഫുഡ് സ്റ്റോളാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫുഡ് സ്റ്റാൾ ഇടാം, അതുപോലെ ഒരു വർക്ക്ഷോപ്പ് നടത്താം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കമ്പനിയെ എന്തൊക്കെ ഒരു കാര്യങ്ങൾ വഴി നമുക്ക് എങ്ങനെയൊക്കെ ഇതിൻ്റെ ഈ പറയുന്ന ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസോഴ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ജസ്റ്റ് നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു എൻഡിങ് കൂടെ കൊടുക്കാം. അതായത് ബിസിനസ് പ്ലാൻ്റെ കാര്യങ്ങളും പറയുന്ന പോലത്തെ നമ്മൾ ഈ ഫോക്കസ് ചെയ്തേക്കുന്ന ഈ പറയുന്ന സ്ട്രാറ്റജിയുടെ കാര്യങ്ങളും മാർക്കറ്റിംഗ് കാര്യങ്ങളും നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒരു കൺക്ലൂഷൻ കൂടി കൊടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മൊഡ്യൂൾ 3 എസ് എ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മീൻസ് കേസ് സ്റ്റഡി ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അതൊരു സ്റ്റാർട്ടപ്പ് ആപ്പ്, ഫുഡ് ഡെലിവറി ആപ്പാണ്. ഓക്കെ, ലോക്കൽ കുസൈനാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കണമെന്നുള്ളതാണ്. നിങ്ങൾ സിമ്പിളായിട്ട് ഒരു ബിസിനസ് പ്ലാൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് ഡെലിവറി ആപ്പാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പേരൊക്കെ ഇട്ട് നിങ്ങൾ തുടങ്ങണം. പിന്നെ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നമുക്കൊരു എക്സാമ്പിളായിട്ട് അവർ തന്നെ തന്നേക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി പറയാം. അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് പറയാം. ഓരോ പാർട്ടായിട്ട് നമ്മൾ ബിസിനസ് പ്ലാനിൻ്റെ പാർട്ടിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മിനിമം ആ പോയിന്റ്സെങ്കിലും പഠിച്ചു നോക്കാം. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പഠിക്കാം, ഓപ്പറേഷൻ പ്ലാൻസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ പ്ലാനിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ മൊബൈൽ ആപ്പ് ഉണ്ടാക്കാം, ആൻഡ്രോയിഡിന് ഉണ്ടാക്കാം, യൂസിങ് വേണം. ഓക്കെ, ഇതെങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് ബേസിക്കലി വർക്കിംഗ് നടത്തുക, അതാണ് ഓപ്പറേഷൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന പോലെ ഇതൊന്ന് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, റിസ്ക്, ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ പറയും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആഡ്സ് യൂസ് ചെയ്യുന്നു. നമ്മൾ ഇൻഫ്ലുവൻസറായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഈ പറയുന്ന ഫുഡ് ബ്ലോഗേഴ്സ്, ചെഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ റിസ്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം. ഇതൊക്കെ മെൻഷൻ ചെയ്ത് പോകാനുള്ളതാണ്. ഓക്കെ, മെൻഷൻ ചെയ്ത് നിങ്ങൾ ഒരു എസ്സേ പോലെ എഴുതി പോകാം. എഴുതി ഒരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്ലോയിലൊക്കെ പോകാം. പ്രശ്നം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് മൊഡ്യൂൾ 4 പോകും. മൊഡ്യൂൾ 4 പറഞ്ഞിരിക്കുന്നത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് ഒരു പ്ലാൻ, ഒരു ഔട്ട്ലൈൻ കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ റിസോഴ്സ് അലോക്കേഷനൊക്കെ അതൊന്ന് പറഞ്ഞു പോകണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി അഷുറൻസ്. അപ്പം പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്താണ്, പ്രോട്ടോടൈപ്പ് എന്താണെന്ന് മെൻഷൻ ചെയ്യുക, എങ്ങനെയാണ് ഈ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അത് നമ്മൾ സ്റ്റെപ്സായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്സിലേക്ക് നമ്മൾ പറയുന്ന കോൺടാക്സ്റ്റ് കൊടുക്കും. ഇവിടെ കോൺടാക്സ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ജനറലായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ജനറലായിട്ട് തന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ റിക്വയർമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയാം, പറഞ്ഞ ഡിസൈൻ ഡെവലപ്മെൻറ്റ് കാര്യം പറയാം, റിസോഴ്സ് അപ്പോൾ നിങ്ങൾ ഹെഡിങ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ഹെഡിങ്ങിനെ താഴെ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ആലോചിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാനും കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ക്വാളിറ്റി അഷുറൻസിന് കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ചെയ്യുന്നത്, നമ്മുടെ മെറ്റീരിയലിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്, നമ്മുടെ സർവീസിന് ഒരു മിനിമം ക്വാളിറ്റി വേണം. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ഡിസേർട്ട് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിലേക്ക് എങ്കിലും മിനിമം എത്തിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മളെ അഡ്വൈസ് നമുക്ക് ഇപ്പോഴത്തെ ഫീഡ്ബാക്കൊക്കെ എടുക്കാം. അപ്പോൾ അതുപോലെ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കുറച്ചുകൂടി മെച്ചപ്പെടും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ മെച്ചപ്പെടും. അതുവഴി ഇൻഡയറക്റ്റ്ലി നമ്മുടെ കമ്പനി തന്നെ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് അതിൻ്റെ ഒരു കേസ് സ്റ്റഡി പോലത്തെ ഒരു രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഓരോ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് മൊഡ്യൂൾ 4. ഓക്കെ, അതായത് ഒരു എഞ്ചിനീയർ ടീം ഒരു ലോ കോസ്റ്റ് റോബോട്ടിക് ആം ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി ഉണ്ടാക്കുന്നു. സ്റ്റേക്ക് ഹോൾഡർ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. സ്റ്റേക്ക് ഹോൾഡർ ആരാന്ന് ഞാൻ പറഞ്ഞു. ഇത് ഓരോ തരത്തിലും നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടുന്നത് നമുക്ക് സിലബസിൽ പഠിച്ചിരിക്കുന്ന കസ്റ്റമർ, ഇൻവെസ്റ്റർ, ഈ പറഞ്ഞ പോലെ മെൻറ്റേഴ്സ്, പാർട്ട്നേഴ്സ്, ഇത്രയും പേരെയാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും പേരെ വെച്ച് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് പറഞ്ഞത്. ആദ്യമേ സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്ന് പറയാം, സ്റ്റേക്ക് ഹോൾഡർ എന്തിനാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് കൂടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, അഡ്വൈസേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ എൻഗേജ്മെൻറ്റ് വേണ്ടത്, അതായത് ഓരോരുത്തർക്കുള്ള എൻഗേജ്മെൻറ്റ് പിന്നെ നമ്മളെടുത്ത് പറഞ്ഞേക്കണം. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പാർട്ട്നേഴ്സിൻ്റെ പറഞ്ഞിട്ടുണ്ട്. സെയിം ഒരു മെത്തേഡ് നിങ്ങൾ പോവാം. പിന്നെ നമ്പർ നോക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ഹെഡിങ് ഇടുക. ഇതുപോലെ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടല്ല, അതായത് വാല്യൂ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാരഗ്രാഫായിട്ട് ആക്കിക്കൊണ്ട് പോകാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഫോർത്ത് മോഡലിലെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഫോർത്ത് മോഡൽ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇതുപോലത്തെ ഒരു കോൺടാക്സ്റ്റ് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ,
ഇപ്പോൾ ഈ പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു സാധനത്തേക്ക് റോബോട്ടിക് ആമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുക, എന്നിട്ട് നമ്മൾ ആലോചിക്കുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മോഡൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് എഴുതി വെക്കാൻ പറ്റിയൊരു കണ്ടന്റ് അല്ല. ജസ്റ്റ് നമ്മൾ പോയിന്റ്സ് അല്ലെങ്കിൽ ഐഡിയാസ് ആണ് കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങളിതിൽ ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇരുന്നു അങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്കൊരു ഫുൾ മാർക്കിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പേപ്പർ കൂടി തന്നിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു.